രാവിലെ തന്നെ ഒരു വാഴക്കൂമ്പ് ഒടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ചേട്ടായി രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ചേട്ടാനെ കൊണ്ട് തന്നെ അതങ്ങ് ഒടിപ്പിക്കാന്ന് വിചാരിച്ചേ. എനിക്ക് എത്താൻ ഇച്ചിരി പാടാ. അത് മാത്രമല്ല എനിക്കിതിങ്ങനെ ഒടിച്ചെടുക്കാൻ വലിയ മരിങ്ങില്ല. അപ്പൊ അതുകൊണ്ട് ചേട്ടായി പോകുന്നതിന് മുമ്പ് അതങ്ങ് ഒടിച്ചു വെച്ചു. പിന്നെ സമയം പോലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നും പുട്ടാണ്. കഴിഞ്ഞ ദിവസം വീഡിയോയിലും പുട്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം പുട്ടുണ്ടാക്കാനാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നും പുട്ട് തന്നെയാണ്. പിന്നെ ഇന്നൊരു ചേഞ്ചിന് വേണ്ടി പുട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. സാധാരണ എന്നും തന്നെ ഉണ്ടാക്കുന്നത് അരിപ്പുട്ടാണല്ലോ. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി മാറ്റി ഇന്ന് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇന്ന് ഗോതമ്പിന്റെ പുട്ടാണ്. പിന്നെ ഇതിനൊപ്പം ഇന്ന് കറിയായിട്ട് പഴമാണ്. വേറെ പ്രത്യേകിച്ച് ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പഴമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ റോബസ്റ്റ പഴം ഉണ്ടല്ലോ, റോബസ്റ്റ എന്നാണ് ഞങ്ങൾ പറയണത്. ഈ പച്ച കളറിലുള്ള ഒരു പഴമില്ലേ, അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഈ റോബസ്റ്റ എന്നാണ് ഞങ്ങൾ പറയുക. അപ്പൊ ആ പഴമാണെന്ന് ഇതിന് കൂടെ എടുക്കുന്നത്. ഗോതമ്പ് പുട്ടും റോബസ്റ്റയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. വേറെ പഴമൊന്നും കഴിക്കാം, പക്ഷെ എനിക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് വരുന്നത് ഈ പഴമാണ് കേട്ടോ ഇതിന്റെ കൂടെ. കാരണം അതിന് നല്ല മധുരം ഉണ്ടല്ലോ ആ പഴത്തിന്. അപ്പൊ അതും ഗോതമ്പിന്റെ പുട്ടും കൂടി വരുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ചേട്ടായി ഡ്യൂട്ടിക്ക് പോയി. ഇത് തക്കുടി പോയതിനു ശേഷമാണ് ഞങ്ങള് ഈ കൂമ്പൊക്കെ പറിക്കാൻ പോയതൊക്കെ. അവൻ ഓൾറെഡി സ്കൂളിൽ പോയായിരുന്നു കേട്ടോ. ക്ലാസ് ഉള്ളൊരു ദിവസമാണേ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവരെല്ലാരും പോയി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അടുത്ത എന്റെ പരിപാടി ഇനി കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പൊ കൂമ്പൊക്കെ അരിഞ്ഞ് റെഡിയാക്കി. പിന്നെ ഞാനിത് ഉണ്ടാക്കണത് ഇപ്പം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചത്, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇട്ട് കടുക് പൊട്ടിച്ചിട്ട് എന്തൊക്കെയാ പറയണേ, മൊത്തം വെള്ളി വീഴാണല്ലോ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇട്ട് വഴറ്റി കറിവേപ്പിലയും പിന്നെ ഇടിച്ച മുളകും ഒക്കെ ഇട്ട് വഴറ്റി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ കൂമ്പരിഞ്ഞത് ചേർക്കുക. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒന്ന് തട്ടിപ്പൊത്തി ആവിയിൽ അടച്ചു വെച്ച് വേവിക്കണം. ഇത് ഒത്തിരി വേവാനൊന്നുമില്ലല്ലോ, പെട്ടെന്ന് വേവുമല്ലോ. അപ്പൊ അങ്ങനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. പിന്നെ അതൊന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറുപയറും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ ചെറുപയർ. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുപയർ തന്നെ വേണമെന്നില്ല, നമുക്ക് വൻപയറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ചെറുപയറാണ് കേട്ടോ ചേർത്തത്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കൂമ്പുതോരനൊക്കെ റെഡിയായി. പിന്നെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല, കാരണം എല്ലാ ദിവസത്തെ വീഡിയോയിലും അതൊക്കെ തന്നെ കാണിക്കുന്നത്. അപ്പൊ ഒരു ചേഞ്ചിന് ഇന്ന് വീട് തൂത്ത് വരുന്നെടുക്കാന്ന് വെച്ചു. എല്ലാ ദിവസവും കിച്ചന്റെ ക്ലീനിങ് മാത്രം കാണിക്കുമ്പോൾ കാണുന്നവർക്ക് ബോറടിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ വീടൊന്ന് തൂത്ത് വരുന്നത് അത് ആ ഒരു ഇത് മാത്രമായിട്ടോ ഞാൻ ക്ലീനിങ്ങിൻ്റെതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ വീടൊക്കെ ഒന്ന് തൂത്തുവാരി. പിന്നെ ഉച്ചയായി. ഉച്ചയ്ക്ക് പിന്നെ ഊണ് കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളല്ലോ, വേറെ ആരും ഉണ്ടാവാറില്ലല്ലോ. അപ്പൊ പിന്നെ ചോറ് വിളമ്പി. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയുടെ കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നേ, അതും ഒരു പപ്പടവും എടുത്തു. പിന്നെ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ, അതാണല്ലോ ഇന്നത്തെ മെയിൻ. അപ്പൊ അത് കുറച്ചെടുത്തു. കുറച്ചധികം എടുത്തു. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ സാധനം കഴിക്കാനായിട്ട്. പിന്നെ അത് മാത്രമല്ല കഴിച്ചാലും നല്ലതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എടുത്തു. അങ്ങനെ വന്ന് ചോറുണ്ണു. പിന്നെ ഇന്നിപ്പോ സെറ്റിയിൽ ഇരുന്ന് കഴിക്കാൻ ഞാൻ തന്നെ ഉള്ളപ്പോ മിക്കപ്പോഴും വീടിന്റെ പുറത്ത് ബാക്ക് സൈഡിൽ ഞാൻ കട്ട് ചെയ്യുകയൊക്കെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന അവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ ഇരുന്നാണ് ചിലപ്പോൾ കഴിക്കാറ്. ചിലപ്പോൾ അകത്തിരിക്കും. ഡൈനിങ് ടേബിളിൽ അങ്ങനെ ചുരുക്കം ഇരിക്കാറുള്ളൂ കേട്ടോ അകത്ത്. ഇന്നിപ്പോൾ അതൊരു TV-യിൽ സിനിമ കണ്ടുകൊണ്ട് അങ്ങനെ അങ്ങ് കഴിക്കായിരുന്നു. കുറെ ദിവസമായി ഒരു പ്രൈമിലൊരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് 8 എപ്പിസോഡ്സ് ഉള്ളതാണ്. ഞാനിപ്പോൾ അതിൽ 8 ദിവസമായിട്ടും കണ്ടു തീർത്തിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ദിവസം അതിന്റെ തീർന്നിട്ടില്ല കേട്ടോ, കണ്ടു തീർന്നിട്ടില്ല. കുറച്ചു നേരം കണ്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ഓഫ് ചെയ്തു. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുകയും വോയിസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഈ സമയത്തൊക്കെയാണ് കേട്ടോ, പിറ്റേ ദിവസത്തേക്കുള്ളതിൻ്റെയൊക്കെ. അപ്പൊ തക്കുള് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പൊ ആ ഒരു ടൈമിലാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് എഡിറ്റിങ്ങും വോയിസ് കൊടുക്കലും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം അവൻ സ്കൂളിൽ നിന്ന് വന്നു. അവൻ ചായയൊക്കെ കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൻ ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ കലാപരിപാടികളൊക്കെയാണ്, പെയിന്റിങ്ങും പരിപാടിയൊക്കെ കേട്ടോ. ഇത് സ്കൂളിലേക്കുള്ളതൊന്നും അല്ല കേട്ടോ, അവൻ ചുമ്മാ ചെയ്യുന്നതാണ്. സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അങ്ങനെയുള്ളതൊന്നുമല്ല, വെറുതെ ഇരുന്ന് ഓരോന്ന് ചെയ്യുന്നത്. ഇങ്ങനത്തെ പെയിന്റിങ്ങും ക്രാഫ്റ്റും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഓർക്കും, ചില സമയത്ത് എനിക്ക് ശല്യമാണ്. കാരണം ആ പെയിന്റൊക്കെ ചിലപ്പോൾ ആ ടേബിളിന്റെ പുറത്തേക്കിടെയും പിന്നെ അതുപോലെ ടൈലിന്റെ പുറത്തൊക്കെ ചിലപ്പോൾ ചാടിക്കും. എന്നാലും പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കും. വെറുതെ TV ഒക്കെ കണ്ടിരിക്കുന്നേക്കാളും ബെറ്റർ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും മിണ്ടാറില്ല. അപ്പൊ അങ്ങനെ ഇന്നത്തെ കലാപരിപാടിയായിരുന്നു അത്. എന്തോ തീ കത്തുന്ന എന്തോ ആണെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ചെയ്തോണ്ടിരിക്കുന്നത്. എന്നാണ് പറഞ്ഞത്, എനിക്കറിയില്ല. എന്തോ ഉണ്ടാക്കുന്ന പുള്ളി കളറടിക്കുന്നതാണ്, തീ കത്തിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് അവൻ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
പിന്നെ അതാ വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടികൾ ഓരോന്ന് തുടങ്ങുമല്ലോ. തുണിയൊക്കെ മടക്കി വെക്കല്, ടെറസിൽ പോയി തുണി എടുത്തുകൊണ്ട് വരിക, അത് മടക്കി വെക്കുക, ഇതൊക്കെയാണ് പിന്നെ വൈകുന്നേരത്തെ ഒരു പരിപാടികൾ. എനിക്ക് പിന്നെ ഞാൻ തുണി ഡെയിലി മടക്കി വെക്കും കേട്ടോ. ചിലരിങ്ങനെ പറയുന്നത്, ചിലരെന്ന് വെച്ചാൽ വേറെ ആരും അല്ല, ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ ഈ യൂട്യൂബിൽ തന്നെയുള്ള പല വീഡിയോസിലും പറയാറുണ്ട്, പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഈ തുണി മടക്കി വെക്കാൻ പലർക്കും മടിയാണെന്ന്. ഇങ്ങനെ കൂട്ടിയിടും, പൊതുവേ ഒരു മടിയാണെന്ന് പറയും. പക്ഷെ എനിക്ക് എന്തോ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് എല്ലാ ദിവസവും തുണി മടക്കി വെച്ചില്ലെങ്കിൽ ഇഷ്ടമല്ല കേട്ടോ. ഡെയിലി ഇങ്ങനെ മടക്കി വെക്കുന്നതാണ് എനിക്കിഷ്ടം. അതല്ലാണ്ട് കൂട്ടിയിട്ട് കഴിയുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ട്. ഞാൻ ഇതുവരെ കൂട്ടിയിട്ടിട്ടില്ല. ഒരു ദിവസം പോലും ഞാൻ എൻ്റെ ഒരു ഡ്രസ്സ് പോലും ഇതുപോലെ കൂട്ടിയിട്ടിട്ടില്ല. എന്നും അലക്കിയിടും. അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോൾ ഉണങ്ങിയെടുത്ത് അതങ്ങനെ മടക്കി വെക്കേണ്ടടത്തോടെ എല്ലാം എടുത്തു വെക്കും. ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ മടി തോന്നിയിട്ടില്ല കേട്ടോ ഇതുവരെ. പിന്നെ തുണിയൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ പാത്രങ്ങളൊക്കെ ഉണങ്ങി ഇതെടുത്ത് വെക്കുക. അതാണ് അടുത്ത പരിപാടി. ഞാൻ ഇതുപോലെ പാത്രം വെയിലത്ത് വെച്ചും പുറത്തൊക്കെ വെച്ച് ഉണക്കിയിട്ടാണ് കേട്ടോ കബോർഡിലൊക്കെ എടുത്തു വെക്കത്തുള്ളൂ. അങ്ങനെ അതും ചെയ്യാറ്. അപ്പൊ പിന്നെ അടുത്ത പരിപാടി അതെടുത്ത് വെക്കല്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത വൈകുന്നേരത്തെ പണിയാണ് മിറ്റടിക്കല്. അത് പിന്നെ ഞാൻ വൈകുന്നേരമാണ് മിറ്റടിക്കാറ്. രാവിലെ എനിക്ക് സമയം കിട്ടത്തില്ല. എനിക്ക് മിറ്റമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം നോക്കി കറക്റ്റ് പറയുകയാണെങ്കിൽ 3/4 മണിക്കൂറിനും 1 മണിക്കൂറിനും ഇടയ്ക്കുള്ള മുറ്റമുണ്ട്. മുറ്റം മാത്രമല്ല, 2 വഴിയും മുറ്റവും എല്ലാം കൂടി അത് ഞാൻ പല ദിവസങ്ങളിലും ടൈം നോക്കി ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കറക്റ്റ് ഞാൻ പറയുന്നത്. ഒരു 45 മുതൽ 60 വരെ മിനിറ്റിനിടയ്ക്ക് സമയമുണ്ട് വേണം എനിക്ക് എൻ്റെ മുറ്റം അടിച്ച് തീരാനായിട്ട്. മുറ്റവും വഴിയും എല്ലാം കൂടി. ഇതിപ്പോ ഞാൻ ഒരു പോർഷൻ മാത്രമാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ നമ്മള് അവനെ സ്കൂളിൽ വിടലും ചേട്ടായിക്ക് ജോലിക്ക് പോകാനും അങ്ങനെ തിരക്ക് പിടിച്ച് പണി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് എന്തായാലും രാവിലെ സമയം കിട്ടത്തില്ല. ഈ ഒരു മണിക്കൂറോളം നമുക്ക് മുറ്റത്തേക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ രാവിലത്തെ വീട്ടിലത്തെ പണിയൊന്ന് ഒതുങ്ങി വരുമ്പോഴേക്കും നല്ല വെയിലാവും. വെയിലത്ത് ഇത്രയും സമയം നമുക്ക് മുറ്റത്ത് നിന്നും പിന്നെ നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വൈകുന്നേരമാണ് ചെയ്യുന്നത്. വൈകുന്നേരം ആകുമ്പോൾ വെയിലും മാറും, നമ്മൾ ഒട്ടും തിരക്കൂല, ഫ്രീ ആയിരിക്കും. വീട്ടിലെ പണികളൊക്കെ ഒതുങ്ങി നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പൊ വൈകുന്നേരം ആണെങ്കിൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യണമെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരമാണ് കേട്ടോ മുറ്റം അടിക്കണേ. അപ്പൊ വൈകുന്നേരം നമ്മൾ മുറ്റം അടിച്ച് വൃത്തിയാക്കിയിട്ടാൽ രാവിലെ നമ്മുടെ മുറ്റത്ത് അധികം ചവറൊന്നും ഉണ്ടാവത്തുമില്ല. ഈ മുറ്റത്തിന് ഇത്രയും വലിപ്പവും ഉണ്ട്, ഇത്രയും വഴിയുണ്ട്, പിന്നെ ഈ ഒത്തിരി മരങ്ങളുണ്ട് മെയിനായിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഇത്ര സമയം എടുക്കുന്നത്. ഇപ്പൊ ഞാൻ കണ്ടത് ഒരു ഇരുമ്പുളി പറിച്ചോണ്ട്, ഇരുമ്പുളി എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിന് കുറെ പേരുണ്ട്, പുളിയിഞ്ചിക്കാന്നും പല പല പേര് ആ സാധനത്തിന് പറയൂല്ലേ. ഞങ്ങളിവിടെ ഇരുമ്പുളി എന്നാട്ടോ പറയാം. അത് പറഞ്ഞാൽ ചുമ്മാ പറിച്ചോണ്ട് വന്നാണ്. അവിടെ സൈഡിൽ അതിന്റെ മരം ഉണ്ട് കേട്ടോ. ഇരുമ്പുളി ഉണ്ട്, റംബുട്ടാനുണ്ട്, മാങ്കോസ്റ്റിനുണ്ട്, എടനമരമുണ്ട്. ഇപ്പൊ അതൊക്കെയാണ് ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്ന വഴിയിൽ നിൽക്കുന്ന മരങ്ങൾ അതൊക്കെയാണ്. അതിന്റെയൊക്കെ ഇലയാണ് ഞാനിപ്പോ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പുറ സൈഡിലേക്കാണെങ്കിൽ നമുക്ക് ജാതി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേറെ നിൽക്കുന്നുണ്ട്. ഇനി പറയാൻ നോക്കിയാൽ കുറെ ഉണ്ട്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഒന്നും വിശദമായിട്ട് പറയുന്നില്ല. അപ്പൊ അതിന്റെയൊക്കെ ഇല ഇങ്ങനെ ചാടുന്നതുകൊണ്ടാണ് ഇത്രയും വരുന്നത് കേട്ടോ. പിന്നെ ഈ മരങ്ങളൊക്കെ ഉള്ളത് നമുക്ക് വേനൽക്കൊക്കെ ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. ഇവിടെ വരുന്നവരൊക്കെ പറയാറുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊതുവെ നല്ല ചൂട് കുറവുണ്ടെന്ന് വേനൽക്കാലത്തൊക്കെ. കാരണം ഇത്രയും മരങ്ങൾ ചുറ്റിനും നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അധികം ചൂടിന്റെ പ്രശ്നമൊന്നും അങ്ങനെ വരാറില്ല കേട്ടോ. അങ്ങനെ വൈകുന്നേരമായി. പിന്നെ തക്കുട് കുംഫു ക്ലാസ്സിന് പോവാണേ. അവൻ 5:30 ആകുമ്പോൾ കുംഫുവിന്റെ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പൊ അവൻ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് കുംഫു ക്ലാസ്സിന് പോയി. അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമന്റും എല്ലാം ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.